ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? രണ്ട് ചോദ്യമാണ് ഈശോ മഗ്ദലന മറിയത്തോട് ചോദിക്കുന്നത്. ഈ മറിയം ആരെ അന്വേഷിച്ചു വന്നതാണ്? ഈശോയെ അന്വേഷിച്ചു വന്ന് ഈശോയെ കാണാതെ നിൽക്കുമ്പോൾ കരയുന്ന മറിയത്തോട് ഈശോ വന്ന് ചോദിക്കുക, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? തിരിച്ചറിയാനായിട്ട് മറിയത്തിന് സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ. ഈശോയെ അന്വേഷിച്ച് നെട്ടോട്ടം നമ്മൾ ഓടാറുണ്ട്. പക്ഷേ ഈശോ നമ്മുടെ സമീപത്ത് പല വ്യക്തികളിലൂടെ കടന്നു വരുമ്പോൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ ഓടുകയാണ്. ഈശോയുടെ ഒരു അത്ഭുതം, കുർബാനയുടെ ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാൽ ഓടും, അങ്ങോട്ടേക്ക് ഓടുക. എന്താ? ഈശോയെ എനിക്കൊന്ന് കാണണം. ഈശോയെ കാണാനായിട്ടുള്ള നെട്ടോട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന, കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയും. ഈശോ ഒരിക്കലും നമ്മിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയല്ല കേട്ടോ. നമ്മുടെ കരം പിടിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മെ മാറ്റി നിർത്തിയിട്ട് ദൈവം സ്വർഗത്തിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം നമ്മൾ കാണരുത്. മറിച്ച് എൻ്റെ ചാരയിരുന്ന് എൻ്റെ വേദനകളിൽ, എൻ്റെ സന്തോഷത്തിൽ എൻ്റെ ഒപ്പമുള്ളതാണ് എൻ്റെ ദൈവം എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ധന്യമായിട്ട്. ഈ തിരിച്ചറിവുള്ളവന് ജീവിതത്തിൽ നിരാശയുണ്ടാവത്തില്ല. ഈ തിരിച്ചറിവുള്ളവൻ പ്രത്യാശയോടുകൂടി, സന്തോഷത്തോടുകൂടി എത്ര വലിയ പ്രശ്നങ്ങളിലും പതറിപ്പോകാതെ മുന്നോട്ട് പോകും. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുക. ഈശോ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഈശോയെ തേടി നടക്കുകയാണ്. ഈ മഗ്ദലന മറിയത്തെ പോലെ കരഞ്ഞുകൊണ്ട് ഈശോയെ തേടുക. ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് തേടുന്നതെന്ന്. പക്ഷേ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ തുറക്കണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും സംഭവിച്ചത് ഇത് തന്നെ. കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയി. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെയും ദൈവമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മുടെ കണ്ണുകൾ തുറക്കണം. കൂടെയുള്ള ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. അവൻ എൻ്റെ ചാരയുള്ളപ്പോൾ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തെ തകർക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കാനായിട്ട്, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.